വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടാ. അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞാൻ ആലോചിച്ച് വെച്ചു നാളെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിച്ച് വെച്ചിട്ട് കിടന്നേ. പക്ഷെ രാവിലെ എണീറ്റപ്പോഴേക്കും അതൊക്കെ മറന്നുപോയി. പിന്നെ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അരി അടുപ്പത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിച്ചത്. കുക്കറിൽ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ഇടുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാനിങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയില് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ റോഡ് സൈഡിലായതുകൊണ്ട് പിന്നെ പോരാത്തിന് എറണാകുളമായിട്ട് കാരണമൊന്നും ഭയങ്കര ധാരാളം വണ്ടികൾ ഇവിടെ പുലർച്ചയിലും രാവിലെയിലും ഒക്കെ വണ്ടികളൊക്കെ ധാരാളം അങ്ങനെ പോവുക. അപ്പൊ അത് കാരണം കൊണ്ട് സൗണ്ട് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഫോണിനും ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ അവിടുത്തെ ബഹളം എല്ലാം കൂടിയൊക്കെ നിങ്ങൾക്ക് ആകെ ഇതാവും. ഞാൻ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 2-3 മന്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിനെ എറണാകുളത്ത് ജോലി ചെയ്തത്. ആളവിടെ പോയിപ്പോൾ ഞാനൊരു 7 മന്ത് നാട്ടിൽ തന്നെ നിന്നിരുന്നത്. എൻ്റെ വീട്ടിലും ആളുടെ വീട്ടിലും മാറി മാറി താമസിച്ചിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, എനിക്ക് ആളുടെ കൂടെ നിൽക്കാൻ പറ്റാത്തത്. ഇന്നിപ്പോൾ ഒരു ഫാമിലി എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് പഠിച്ചപ്പോഴാണ് ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇന്ന് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത്. ഫുഡ് ഉണ്ടാക്കലായാലും അല്ലെങ്കിൽ വീട്ടിലെ ക്ലീനിങ് ആയാലും ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യണത് കേട്ടോ. അതിൽ എനിക്ക് ഭയങ്കര പ്രൗഡുണ്ട് എന്നോട് തന്നെ. അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എണീറ്റു. പിന്നെ ഹസ്ബൻഡ് അപ്പോഴേക്കും ജോലിക്ക് പോയി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ക്ലീനിങ് ആണ് കേട്ടോ. എനിക്ക് ഈ ഇടയായിട്ട് OCD പ്രശ്നം ഉണ്ടോ, അതിൻ്റെ ഒരു പേഷ്യൻ്റായി മാറുന്നുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട് ഇല്ലായില്ല. എത്രയൊക്കെ ഒതുക്കി വെച്ചാലും വീണ്ടും റെഡിയാണോ നോക്കും. പിന്നെ അത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഒന്നും കൂടെ ഓക്കെ ആക്കും. അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ആക്ച്വലി കുടിക്കാറുള്ളത്. കാരണം എനിക്ക് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് അപ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നം വരും. അതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം പോലും ചില ആളുകൾ എനിക്ക് മേടിച്ചു തരാറില്ല. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ചൂടാക്കി നമ്മൾ ജഗ്ഗിൽ ഒഴിച്ചു. പിന്നെ നമ്മൾക്ക് ഉച്ചയ്ക്ക് കോവയ്ക്കാണ് ഉപ്പേരി ആയിട്ടുള്ളത് കേട്ടോ. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്തൊന്നും എനിക്ക് ഒരു വസ്തു ഉണ്ടാക്കാനായിട്ട് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദോശ ചുടാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചായ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയായിരുന്നു. ഒരു ഫുഡൊന്നും എനിക്ക് നേരവണ്ണം ഉണ്ടാക്കാനൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് കണ്ടും കേട്ടും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി എക്സ്പെരിമെൻ്റൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തത്. ശരിക്കും ഈ യൂട്യൂബൊക്കെ ഉള്ളത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കും, എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്കിത് ഞങ്ങളുടെ അടുത്തൊരു ബേക്കറി ഉണ്ട്, ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞിട്ട്. അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഈ ചോക്ലേറ്റ് ബ്രൗണിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ മുഖത്ത് എപ്പോഴും കുരുള്ളപ്പോൾ എന്താ ഇങ്ങനെ കുരു വരണേ. ഒന്നുമല്ല, ഈ ഷുഗർ ഐറ്റംസ് കൂടുതൽ കഴിച്ചിട്ടാണ്. ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടു. ചേട്ടൻ നേരത്തെ വീട്ടിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ചില സമയത്തൊക്കെ ഞങ്ങളിവിടെ അടുത്തുള്ള പള്ളികളിൽ പോകാറുണ്ട് കേട്ടോ. എടപ്പള്ളിയിലോ അല്ലെങ്കിൽ കലൂര് പള്ളിയിലോ അങ്ങനെയൊക്കെയുള്ള അടുത്തുള്ള പള്ളികളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കലൂര് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിക്കിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഒരു കോംബോ ഓഫറും എക്സ്ട്രാ ഒരു ബർഗറുമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ നൈറ്റ് അത് കഴിച്ചിട്ട് വേണമല്ലോ എടുക്കാനായിട്ട്. ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വലുതാന്നൊക്കെ ഇല്ല വിചാരിക്കുക, പക്ഷെ അത് ചെറുതായിരുന്നു ഗൈസ്, ചതി പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.